ഹലോ ഗൈസ്, അപ്പോൾ തുടങ്ങാം. ദിസ് ഈസ് ബൊഗ്വേ ചാനൽ. അഭിഷൻ ജീവിന്ദ്, അനശ്വര രാജൻ പ്രധാന വേഷത്തിലായി ഫെബ്രുവരി 6 റിലീസ് ചെയ്യാൻ ഒരുങ്ങുന്ന ഒരു പുതിയ തമിഴ് റൊമാൻറ്റിക് ഡ്രാമയാണ് വിത്ത് ലവ്. മദനാണ് സംവിധാനം ചെയ്യുന്നത്. സീൻ റോൾഡാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. ആൻഡ് സൗന്ദര്യ രജനീകാന്താണ് സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സോ അതൊരു ലവ് ഡ്രാമയാണ്. അപ്പോൾ എന്താണ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അവർ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വാ. There is a only possibility for the directional cannot be reversed. The solution of வாங்க என்ன பண்ண இப்ப நீ? நான் திருச்சியில படிக்கிறப்போ மச்சவை முதல்ல நீ முடிவு நீ ஆ சினிமால ஏஞ்சல்னா நம்ம மைண்ட் இமேஜினேஷன் இருக்கும்ல, அதுக்கு அப்படியே மேட்ச் ஆவா. ஐ லவ் யூ. സൗന്ദര്യ രജനീകാന്ത്. അപ്പോൾ ഗൈസ്, ഇത് നേരത്തെ ഒരു ട്രോളൊക്കെ ഉണ്ടായിരുന്നു. ഒരു പ്രദീപ് രംഗനാഥനുണ്ട് ഇവിടെ. രണ്ടാമത്തെ ഒരു ഡ്യൂപ്പായിട്ടുള്ള ഒരു പ്രദീപ് രംഗനാഥൻ PR, അതായത് നിങ്ങൾ അറിയാം ഡ്യൂഡ്, ഡ്രാഗൺ ആൻഡ് ലവ് ടുഡേയിലൊക്കെ അഭിനയിച്ച. അപ്പോൾ PR ആയിട്ട് വേറെ ഒരാൾ വേണ്ട, ഒരാൾ തന്നെ ഉണ്ടെന്ന്. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു ട്രോൾ മെറ്റീരിയൽ ആക്കേണ്ട ആവശ്യമൊന്നുമില്ല. പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അഭിഷനും അനശ്വര രാജൻ. அவள்கிட்ட நீக்கு எப்படியாச்சும் சொல்லிடலான் இருக்கேன்டா. ஒழுங்கா நீ போய் சொல்லிடு, இல்லனா வேற யாராவது முந்திக்குவாங்க. ഓ, രണ്ടുപേരും മാറി വേറെ ആൾക്കാർ. ஒரு நிமிஷம், எனக்கு ஒரு ஐடியா. உங்க லைஃப்ல ஒரு அன்எக்ஸ்பிரஸ் லவ் இருக்கு, ஏன் லைஃப்லயும் இருக்கு. நம்ம ரெண்டு பேரும் அவங்கள கண்டுபிடிச்சு அவங்கள்ட்ட ப்ரப்போஸ் பண்ண கூடாது? புரியல. செம்ம ஐடியா. போலாமா? സീൻ റോൾഡാണ് മ്യൂസിക്കൽ. இந்தியாக்குள்ள எங்க இருந்தாலும் கண்டுபிடிக்கிறோம், கண்ண பாக்குறோம், காதல சொல்றோம், திரும்ப வந்து கல்யாணத்தை பண்றோம். சாரி, ഗ്യാപ്പിൽ അവൻ ഗോൾ അടിക്കാന്ന് വിചാരിച്ച്. സത്യത്തില് ഇത് അതാണ്. അതായത് ഇവർക്ക് മുമ്പ് സ്കൂൾ ടൈമിൽ ഒരു പ്രണയമുണ്ട്. ആ പ്രണയിതാക്കളെ ഇപ്പം അവരോട് ലവ് പറയാൻ വേണ്ടിയിട്ട് അവരെവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ച് പ്രണയം പറയാൻ വേണ്ടിയിട്ട്. അതുവരെ ഇവർ ഒരുമിച്ചായിരിക്കും. പിന്നെ ഇവർ ലവ് ആവും, അതറിയാമല്ലോ. பாத்துட்டு இருக்க, கண்டுபிடிக்க ஒரு எஃபோர்ட் கூட போடல நீ. இல்லங்க, போட்டேன், கொஞ்சம் கம்மியா போட்டேன். ஒரு கால் கூட பண்ணல ப்ரோ நீ. ப்ரோ, எனக்கு ப்ரோல கூப்பிடுங்க. நான் சொல்றதை கேட்கறதுக்கு யாருக்கா? சீப்பா பிஹேவ் பண்ணல நீ. ഇമോഷൻ സൈഡ് ഉണ്ട് പടത്തിൽ. ஒரு மேட்டரே கிடையாது. அவகிட்ட பேசு. യുവൻ ശങ്കർ രാജ. അപ്പോൾ ഇമോഷൻ സൈഡ് ഉണ്ട്. ടെൻഷൻ കാര്യങ്ങളും പടത്തിലുണ്ട്. ഞാൻ ഫുൾ ആ ഒരു എൻജോയ് ടൈപ്പിൽ പോകുമെന്ന് വിചാരിച്ചു. പക്ഷെ ഉണ്ട്. ஹேய், முஸ்லிம் பண்ற அனிஷா லவ்லாம் அவங்க வீட்ல ஒத்துக்க மாட்டாங்க. டேய், நீ என்னடா லவ் யூன்னு கெட்ட வார்த்தைலாம் பேசுற? கம்முனு போடா. அல்லாஹு அக்பர். அல்லாஹு അക്ബർ. Written and directed by Madan. In cinemas February 6 worldwide. വിത്ത് ലവ് ട്രെയിലറാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു ഫൺ റൈഡ് ട്രെയിലർ തന്നെയാണ് തീർച്ചയായിട്ടും. മദന്റെ സംവിധാനത്തിൽ ഇപ്പോൾ ആ ഒരു സിനിമയിലാണ് ഈ ട്രെയിലർ റിലീസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് സീൻ റോൾഡാൻ്റെ മ്യൂസിക്കും കൊള്ളാം. സൗന്ദര്യ രജനീകാന്തൊക്കെയാണ് ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് അനശ്വര രാജനുണ്ട് കൂടെ. അഭിഷൻ ജീവിന്ദ് ടൂറിസ്റ്റ് ഫാമിലി, ശശികുമാറിൻ്റെ തമിഴ് സിനിമ റീസെൻ്റ്ലി തമിഴിലിറങ്ങിയൊരു ലോ ബഡ്ജറ്റ് പടത്തിലെ ഒരു വലിയ ഹിറ്റ് പടമായിരുന്നു ടൂറിസ്റ്റ് ഫാമിലി. ആ പടത്തിൻ്റെ ഡയറക്ടറാണ്. ആ പടത്തിലും പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. പുള്ളി നന്നായിട്ട് തന്നെ അഭിനയിക്കുന്നുണ്ട്. കോമഡി. ഇപ്പോൾ ലാസ്റ്റ് തന്നെ വന്നില്ലേ, അവള് മുസ്ലിമാണ്, വീട്ടിലൊന്നും സമ്മതിക്കൂല, എന്താ ലവ് എന്നൊക്കെ പറയണം. അതൊന്നും ഇല്ലടാ, പോകുമ്പോൾ നിസ്കരിച്ചുകൊണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നല്ല സിറ്റുവേഷൻസ്, കോമഡിയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് ട്രെയിലറിൽ തന്നെ വ്യക്തമാണ്. ആൻഡ് അനശ്വരയും അഭിഷനുമായിട്ടുള്ള ആ ഒരു കോംബോയും നന്നായിട്ട് തന്നെ ഉണ്ട്. കാണാനൊരു കുസൃതിയായിട്ടും ഒരു റൊമാൻറ്റിക് ടൈപ്പൊക്കെ അത് വരും. അത് എന്തായാലും ഒബ്വിയസ്ലി പടത്തിൽ ഉണ്ടാവുമല്ലോ.
പിന്നെ സീൻഡ്രോളനും കൂടെ ആയതുകൊണ്ട് ഒരു നല്ലൊരു എന്താ പറയുക ഒരു വെറൈറ്റി പാട്ട് പോലത്തെ പാട്ടുകൾ സീൻഡ്രോളാൻ്റെ വോയിസിലും നല്ലൊരു പാട്ടുകളും വരും. മൊത്തത്തിലൊരു സ്കൂൾ ടൈപ്പ് പ്രണയം, അപ്പോഴത്തെ പഴയ നൊസ്റ്റാൾജി കാര്യങ്ങൾ, അതുമായിട്ടുള്ള കോമഡീസ്, പിന്നെ വീട്ടിൽ പോകുമ്പോൾ ഉള്ള കാര്യങ്ങൾ, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. പിന്നെ ഈ പഴയ അതായത് സ്കൂളിൽ ഇവർ ഓൺ സൈഡായിട്ട് നോക്കിയിട്ടിരുന്ന രണ്ടുപേരെയും തിരക്കി പോയിട്ട് ഒരു ലവ് പറയുന്നതായിട്ടാണ് ഈ സിറ്റുവേഷൻ വരുന്നത് പടം. അതായത് ഒരുപാട് കാര്യങ്ങളൊക്കെ അവർ പറയും, അവിടെ പോയി കണ്ടുപിടിക്കുക, ഇവിടെ പോയി കണ്ടുപിടിക്കുക, ഇന്ത്യ മുഴുവനിലും കറങ്ങിയാലും കുഴപ്പമില്ല, നമ്മൾ അവരെ കാണുന്നു, അവരോട് നമ്മൾ ഇഷ്ടം പറയുന്നു, വരുന്നു, അവസാനം അവൻ ഗ്യാപ്പിൽ കല്യാണം നമ്മളും ചെയ്യാമെന്ന് ഇല്ല, അങ്ങനത്തെ ഒരു കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ടും സിറ്റുവേഷണൽ കോമഡിയും കാര്യങ്ങളും മൊത്തത്തിലൊരു നല്ലൊരു വൈബ് ട്രെയിലർ, കോമഡി ട്രെയിലർ, കൊള്ളാം. പടം കാണാനൊരു ഇൻട്രസ്റ്റ് തോന്നി ട്രെയിലർ കണ്ടപ്പോൾ. നല്ലൊരു ട്രെയിലർ തന്നെയാണ്. എന്തായാലും പുള്ളി നന്നായിട്ട് അഭിനയിക്കുന്നു, യാതൊരു സംശയവും വേണ്ട. അപ്പോൾ എന്നിരുന്നാലും നമുക്ക് പടം വരട്ടെ. February 6 വാലന്റൈൻ വീക്കിലാണ് പടം വരുന്നത്. അപ്പോൾ ഒരു റൊമാൻറ്റിക് പടം തന്നെയാണ് പ്രതീക്ഷിക്കേണ്ടത്, റൊമാൻറ്റിക് പടം കൂടെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു സമയം തന്നെയായിരിക്കും ഒരു ബെറ്റർ അവർക്ക് റിലീസ് ചെയ്യാനുള്ളത്. എന്തായാലും നോക്കാം എങ്ങനെയാണ് വിത്ത് ലവ് വരുന്നതെന്ന് മദൻ്റെ സിനിമ.